പ്രവാസ ലോകത്ത് ജീവകാരുണ്യ മേഖലയിൽ പുതിയ ചുവടുവെപ്പുമായി ഒരു കൂട്ടം യുവാക്കൾ. കുവൈത്ത് മരുഭൂമിയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചു കഴിയുന്ന തൊഴിലാളികൾക്ക് വസ്ത്രവും ഭക്ഷണവും അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്താണ് ഇവർ ജനസേവന മേഖലയിൽ വേറിട്ട പദ്ധതി നടപ്പാക്കിയത്. മരുഭൂമിയിലെ ദുർഘടപാതകളിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അർഹരായ 100 പേരെ കണ്ടെത്തിയാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. 16 വാഹനങ്ങളിലായി യൂത്ത് ഇന്ത്യയുടെ പ്രവർത്തകരും സഹകാരികളും ഉൾപ്പെടെ 70ഓളം പേരാണ് സൗദിയുമായും ഇറാഖുമായും അതിർത്തി പങ്കിടുന്ന സാൽമി മരുഭൂമിയിൽ താമസിക്കുന്ന ആട്ടിടയന്മാർക്ക് ആശ്വാസമേകിയത്. വർഷങ്ങളോളമായി പുറം ലോകവുമായി ബന്ധമില്ലാതെ മരുഭൂമിയിലെ ടിൻഷെഡിൽ കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ടവരാണ് ഇവരിൽ ഭൂരിഭാഗവും. റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണ് വൻതുക നൽകി ചതിയിലകപ്പെട്ടവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. ആന്ധ്ര, തമിഴ്നാട്, ബംഗാൾ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും എത്യോപ്യ, സുഡാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യക്കാരുമായ ആട്ടിടയന്മാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. खाना को भी मिला, अभी मुझको बात करे भी मिला, अम्मा से, अम्मी से, डैडी से, मुझको सब चीज़ मिला. मुझे ठंडी लगती थी, बस एक ही जैकेट थी, वो भी फटी थी. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സഹകരണത്തോടെയായിരുന്നു യൂത്ത് ഇന്ത്യ ഡെസേർട്ട് കിറ്റ് പ്രൊജക്ട് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയത്. നേരത്തെ പദ്ധതിയുടെ ഉദ്ഘാടനം മലബാർ ഗോൾഡ് കുവൈത്ത് MD അഫ്സൽ ഖാൻ യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് അർഷദിന് കിറ്റുകൾ കൈമാറി നിർവഹിച്ചു. KIG പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തുവൂർ, യൂത്ത് ഇന്ത്യ ജനസേവന വിഭാഗം കൺവീനർ അനീസ് അബ്ദുസലാം, ജനറൽ സെക്രട്ടറി ഷാഫി PT എന്നിവർ സംബന്ധിച്ചു. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി.